നമസ്കാരം. സുപ്രധാനത്തിലേക്ക് സ്വാഗതം. ഞാൻ സുഷമ. ഈ ആഴ്ച തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പ്രധാന വാർത്തയുമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. വൻ പ്രതീക്ഷകളുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ഒടുവിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചിരിക്കുന്നു. 2026 ജാനുവരി 23 തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ചരിത്രപരമായ വിജയത്തിന് പിന്നാലെ നടന്ന ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ സന്ദർശനം പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല എന്ന നിരാശയാണ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഉയരുന്നത്. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 പുതിയ ട്രെയിൻ സർവീസുകൾ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. എന്നാൽ ഇവ നേരത്തെ തന്നെ അനുവദിക്കപ്പെട്ട പദ്ധതികളായിരുന്നു എന്നതും ഹൈസ്പീഡ് റെയിൽ ഉൾപ്പെടെ കേരളം കാത്തിരിക്കുന്ന പുതിയ റെയിൽവേ നിക്ഷേപങ്ങളെക്കുറിച്ച് സൂചനകൾ ഒന്നുമില്ല എന്നതും ശ്രദ്ധേയമാണ്. വഴിയോര കച്ചവടക്കാർക്കായി UPI അധിഷ്ഠിത പലിശരഹിത വായ്പ നൽകുന്ന PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി നിലവിലുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇതും. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റേഡിയോ സർജറി സെന്റർ, CSIR, NIIST, ഇന്നൊവേഷൻ ഹബ് എന്നിവയുടെ തറക്കല്ലിടലും നടന്നു. ഇവ ദീർഘകാല പദ്ധതികളാണെങ്കിലും കൃത്യമായ സാമ്പത്തിക വിഹിതത്തെയോ പൂർത്തീകരണ സമയത്തെക്കുറിച്ചോ വ്യക്തത നൽകിയില്ല. വികസനത്തെക്കാൾ ഉപരി രാഷ്ട്രീയമായ സന്ദേശങ്ങളാണ് സന്ദർശനത്തിലുടനീളം കണ്ടത്. ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം വരെ നടന്ന വൻപിച്ച റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. വികസിത കേരളം വികസിത ഇന്ത്യയുടെ താക്കോലാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചെങ്കിലും കേരളം നിരന്തരം ആവശ്യപ്പെടുന്ന പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ നിധി, പുതിയ റെയിൽവേ സോൺ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം മൗനം പാലിച്ചു. ചുരുക്കത്തിൽ ആഘോഷപൂർവമായ ഉദ്ഘാടനങ്ങൾക്കും രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കും അപ്പുറം കേരളത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ നൽകാത്ത ഒരു സന്ദർശനമായിരുന്നു ഇത്. വെറും പ്രതീകാത്മകമായ ഇടപെടലുകൾക്കപ്പുറം കേന്ദ്ര സർക്കാരിന്റെ സഹായം കേരളത്തിന് ലഭിക്കുമോ എന്ന ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. സുപ്രധാനത്തിന്റെ രണ്ടാമത്തെ വാർത്ത എത്തുന്നത് സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ ദാവോസ് നഗരത്തിൽ നിന്നാണ്. ലോക സാമ്പത്തിക ഫോറം അഥവാ WEF 2026 ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ സാമ്പത്തിക ശബ്ദമായി കേരളം മാറിയിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി 1.18 ലക്ഷം കോടി രൂപയുടെ, അതായത് ഏകദേശം $14 ബില്യൺ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ദാവോസിൽ നിന്ന് സംസ്ഥാനം നേടിയെടുത്തത്. ഒരു ഇന്ത്യൻ സംസ്ഥാനം ആഗോള വേദിയിൽ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഇതാദ്യമായാണ്. അമേരിക്ക, UK, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 27 പ്രമുഖ കമ്പനികളാണ് കേരളത്തിൽ നിക്ഷേപം നടത്താൻ താൽപര്യപത്രം ഒപ്പുവെച്ചത്. മലിനീകരണമില്ലാത്തതും ഉയർന്ന മൂല്യമുള്ളതുമായ മേഖലകളിലാണ് ഈ നിക്ഷേപങ്ങളെല്ലാം എത്തുന്നത് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം പുനരുപയോഗ ഊർജ മേഖലയിലേക്കാണ്. കേരളത്തിന്റെ ഹരിത വിപ്ലവത്തിന് ഇത് വലിയ കരുത്താകും. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ നഗരങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപമായി. ആഗോള കമ്പനികളുടെ പ്രവർത്തന കേന്ദ്രമായി ഇതോടെ കേരളം മാറും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സെന്ററുകൾ, സ്പേസ് ടെക്നോളജി, മെഡിക്കൽ ഉപകരണ നിർമ്മാണം തുടങ്ങിയ ആധുനിക മേഖലകളിലും നിക്ഷേപങ്ങൾ ഉറപ്പിച്ചു.
പ്രകൃതി, മനുഷ്യൻ, വ്യവസായം എന്ന 3 വാക്കുകളിലൂന്നിയ വികസന മാതൃകയാണ് കേരളം അവിടെ അവതരിപ്പിച്ചത്. പരിസ്ഥിതിക്കും സമൂഹത്തിനും പ്രാധാന്യം നൽകുന്ന ESG നയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് നിക്ഷേപകരുടെ വലിയ വിശ്വാസ്യത നേടിക്കൊടുത്തു. കെ ഫോണിലൂടെ ഇന്റർനെറ്റ് മൗലിക അവകാശമാക്കിയതും കേരളത്തിലെ ഡിജിറ്റൽ സാക്ഷരതയും പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെട്ടു. വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ഈ നിക്ഷേപങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഓരോ പദ്ധതിക്കും പ്രത്യേക ഉദ്യോഗസ്ഥരെ സർക്കാർ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ദാവോസിലെ ഈ മുന്നേറ്റം കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുന്നതിൽ നിർണായകമാകും. സുപ്രധാനത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന വാർത്ത മഹാരാഷ്ട്രയിൽ നിന്നാണ്. നിയമസഭയിലോ ലോക്സഭയിലോ മഹാരാഷ്ട്രയിൽ നിന്ന് നിലവിൽ പ്രാതിനിധ്യമില്ലാതിരുന്നിട്ടും ആയിരക്കണക്കിന് കർഷകരെയും ആദിവാസികളെയും തെരുവിലിറക്കി തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് CPIM-ഉം അഖിലേന്ത്യാ കിസാൻ സഭയും. 2026 ജനുവരി 19 മുതൽ 21 വരെ പാൽഘറിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു ഇതിന്റെ 1ാം ഘട്ടം. ചരോട്ടിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 50,000-ത്തിലധികം കർഷകരും ആദിവാസികളുമാണ് 55 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് പാൽഘർ കളക്ട്രേറ്റിന് മുന്നിലെത്തിയത്. കൊടും തണുപ്പിനെ അവഗണിച്ച് കളക്ട്രേറ്റിന് മുന്നിൽ രാത്രി ഉറങ്ങിയും ഉപരോധം തീർത്തും അവർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉറച്ചു നിന്നു. വനഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് പട്ടയം നൽകുക, തൊഴിലുറപ്പ് പദ്ധതി, MGNREGA പുനഃസ്ഥാപിക്കുക, സ്മാർട്ട് വൈദ്യുതി മീറ്ററുകൾ ഉപേക്ഷിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. ഒടുവിൽ ജനുവരി 21-ന് 7 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കളക്ടർ രേഖാമൂലം ഉറപ്പുകൾ നൽകിയതോടെയാണ് ഈ സമരം വിജയിച്ചത്. 2026 ഏപ്രിൽ 30-നകം വനാവകാശവുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും പരിഹരിക്കാമെന്ന് ഭരണകൂടം ഉറപ്പു നൽകി. പാൽഘറിലെ വിജയാഘോഷം മായും മുൻപേ പ്രക്ഷോഭത്തിന്റെ 2ാം ഘട്ടമായ ലാൽ തൂഫാൻ അഥവാ ചുവന്ന കൊടുങ്കാറ്റ് ജനുവരി 24-ന് നാസിക്കിലേക്ക് പ്രവേശിച്ചു. ദിൻഡോരി, പേത്, സുർഗാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കർഷകർ തങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങളുമായി നാസിക് നഗരത്തിലേക്ക് മാർച്ച് ചെയ്തു. വനഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന സാത് ബാര രേഖകൾ നൽകുക, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിലെ വെള്ളം വരൾച്ച ബാധിച്ച കൃഷിഭൂമിയിലേക്ക് തിരിച്ചുവിടുക, വാധ്വാൻ തുറമുഖ പദ്ധതി റദ്ദാക്കുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. നാസിക്കിൽ ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വിജയങ്ങൾ മാത്രമാണ് സ്വാധീനത്തിന്റെ അളവുകോൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കാലത്ത് ഒരു MLA പോലും ഇല്ലാത്ത കേവലം സംഘടനാ കരുത്തുകൊണ്ട് മാത്രം 10,000-ങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞു എന്നതാണ് CPIM-നെ വേറിട്ട് നിർത്തുന്നത്. അധികാരത്തിന്റെ തണലില്ലാതെയും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും സർക്കാരിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാനും ഈ ലോങ് മാർച്ചിലൂടെ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. മഹാരാഷ്ട്രയുടെ ദേശീയ പാതകളിൽ വീണ്ടും ചുവന്ന കൊടികൾ ഉയരുമ്പോൾ അത് കേവലം ഒരു സമരമല്ല, മറിച്ച് ഇന്ത്യൻ കർഷകന്റെ അതിജീവനത്തിന്റെ പോരാട്ടമാണ്. സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെയും അതിന്റെ ഉത്തരവാദിത്തമില്ലാത്ത പ്രയോഗം വരുത്തിവെക്കുന്ന ദുരന്തങ്ങളെയും കുറിച്ചുള്ള ഗൗരവകരമായ ചില ചോദ്യങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് എന്ന 42-കാരന്റെ ആത്മഹത്യയും അതിന് കാരണമായ സൈബർ ആക്രമണവുമാണ് ഈ ആഴ്ച കേരളം ചർച്ച ചെയ്ത പ്രധാന വാർത്തകളിൽ ഒന്ന്. 2026 ജനുവരി 16-ന് വടകര സ്വദേശിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷിംജിത മുസ്തഫ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ പങ്കുവച്ചു. കണ്ണൂരിലേക്ക് പോയ ഒരു സ്വകാര്യ ബസ്സിൽ വെച്ച് ദീപക് തന്നോട് ലൈംഗികമായി അപമര്യാദയായി പെരുമാറി എന്നതായിരുന്നു ഷിംജിതയുടെ ആരോപണം.
18 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ആ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി. 23 ലക്ഷത്തിലധികം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ഒരു തരത്തിലുള്ള അന്വേഷണമോ വിശദീകരണമോ ഇല്ലാതെ സോഷ്യൽ മീഡിയ ദീപകിനെ കുറ്റവാളിയായി വിധിച്ചു. സൈബർ ഇടങ്ങളിൽ ദീപകിനെതിരെ അതിരൂക്ഷമായ കമന്റുകളും അധിക്ഷേപങ്ങളും നിറഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 18-ന് ദീപകിനെ തന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അപവാദ പ്രചാരണത്തിലും സോഷ്യൽ മീഡിയ നൽകിയ അപമാനത്തിലും മനം നൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം പറഞ്ഞു. ബസിലെ തിരക്കിനിടയിൽ അബദ്ധത്തിൽ സ്പർശിച്ചതാകാമെന്നും ദീപക് നിരപരാധിയാണെന്നും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. ദീപകിന്റെ മരണത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം BNS 108 ചുമത്തി കേസെടുത്തു. ഒളിവിൽ പോയ ഷിംജിതയെ ജനുവരി 21-ന് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്ദമംഗലം കോടതി ഇവർക്ക് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി വിധിച്ചു. ബസ് ജീവനക്കാരുടെ മൊഴി പ്രകാരം അന്ന് ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. കൂടാതെ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഷിംജിത ആരോപിച്ച തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നതായി കണ്ടെത്താനുമായില്ല. നിയമപരമായ പരാതി നൽകുന്നതിന് പകരം വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് ദീപകിനെ മനഃപൂർവ്വം അപമാനിക്കാനാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല. ഒരു വീഡിയോ കാണുമ്പോഴേക്കും അത് സത്യമാണെന്ന് വിശ്വസിച്ച് യാതൊരു വിവേചനവുമില്ലാതെ അത് ഷെയർ ചെയ്യുകയും കമന്റുകളിലൂടെ ഒരാളെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സമൂഹവും ഇതിൽ പങ്കാളികളാണ്. കോഴിക്കോട്ടെ ഈ സംഭവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. സോഷ്യൽ മീഡിയയിലെ ആവേശം ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കാൻ നിമിഷങ്ങൾ മതി. വിധി പറയാൻ കോടതികളുള്ള നാട്ടിൽ വിരൽത്തുമ്പിലെ ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി ഒരാളെ കുരിശിലേറ്റുന്ന ഈ രീതി എന്നവസാനിക്കും? ഞാൻ സുഷമ. എന്നെ ശ്രദ്ധിച്ചതിനും നിങ്ങളുടെ സമയം നൽകി ശ്രവിച്ചതിനും നന്ദി.